സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കുതിക്കുമ്പോൾ നമ്മളും അതിന്റെ പിന്നാലെ ഓടും, താഴേക്ക് വീഴുമ്പോൾ പേടിച്ചു വീഴും. പക്ഷെ യഥാർത്ഥ നഷ്ടം ഇതുകൊണ്ടൊന്നും അല്ല സംഭവിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ട്രാപ്പാണ്. ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് സ്റ്റേഷനിൽ നിന്ന് വിട്ടുപോയ ഒരു ട്രെയിൻ പോലെയാണ്. പലർക്കും നല്ല സ്റ്റോക്കുകൾ അയ്യോ അത് പോയല്ലോ അല്ലെങ്കിൽ മിസ്സായി പോയല്ലോ എന്നൊക്കെയുള്ള ടെൻഷനും ആദ്യം ഒക്കെ ഉണ്ടാവും. പക്ഷെ മാർക്കറ്റിന്റെ ഘടന, ഒരു ലേ ഔട്ട് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയാൽ പോയി എന്ന് കരുതുന്ന ആ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്യാൻ റെഡിയായി വരുന്ന മറ്റൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അതേ ട്രാക്കിൽ വരുന്നത് നമുക്ക് കാണാം. അപ്പോ ഇതാണ് മാർക്കറ്റിൽ പലരും മിസ്സാകുന്ന ഒരു പോയിന്റ്. ഒരു ട്രേഡ് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് ചിലപ്പോൾ അതൊരു പുതിയ അതിശക്തമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ തുടക്കമായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഓവർടേക്ക് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ മാർക്കറ്റിലെ വലിയ കുതിപ്പുകൾ നേരത്തെ തിരിച്ചറിയാം, അപകടം നിറഞ്ഞ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് ഈ ട്രെയിൻ ഓവർടേക്ക് അഥവാ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പഴയ മാർക്കറ്റ് ഉദാഹരണം വെച്ച് തന്നെ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് 57,500 സപ്പോർട്ട് എടുത്ത് 58,000 വരെ എത്തുന്നു എന്ന് കരുതുക. ഇവിടെ 57,500 മുതൽ 58,000 വരെയുള്ള യാത്ര നമ്മുടെ ട്രെയിൻ പോലെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. പക്ഷേ പതുക്കെ പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിൻ ആണ്. അപ്പോൾ ഈ 58,000 എന്ന ലെവലാണ് അതിന്റെ റെസിസ്റ്റൻസ്. അതായത് ആ ട്രെയിനിന് മുന്നോട്ട് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സോൺ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനി എപ്പോഴാണോ ബാങ്ക് നിഫ്റ്റി ഈ 58,000 എന്ന റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത മുകളിലേക്ക് ശക്തമായിട്ട് പോകുന്നത്, അപ്പോൾ അതാണ് നമ്മുടെ ട്രെയിൻ ബി, അതായത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ആണ്. യഥാർത്ഥ ബ്രേക്ക്ഔട്ട് ഇവിടെയാണ് നമുക്ക് ശരിക്കും ലഭിക്കുന്നത്. ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഇൻഡെക്സോ അതിന്റെ പഴയ വേഗതയിൽ നിന്ന് മാറി പുതിയതും അതിശക്തവുമായിട്ടുള്ള ഒരു മുന്നേറ്റം തുടങ്ങുന്ന ആ ഒരു നിമിഷം കണ്ടെത്തുക. ഇവിടെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം. ട്രെയിനിന് മുന്നോട്ട് കുതിക്കാനുള്ള നല്ല പവറുള്ള ഒരു എഞ്ചിൻ ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോക്കിനോ അല്ലെങ്കിൽ ഇൻഡെക്സിനോ അതിന്റെ റെസിസ്റ്റൻസ് ഭേദിച്ച് കുതിക്കാൻ പറ്റിയ വോളിയം എന്ന പവർ വളരെ അത്യാവശ്യമാണ്. ആ സമയത്ത് എത്രത്തോളം ആളുകൾ അവിടെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ അളവാണ് ആ വോളിയം. ഒരു ബ്രേക്ക്ഔട്ട് നടക്കുമ്പോൾ സാധാരണയിലും വളരെ വലിയ വോളിയം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ബിഗ് പ്ലേയേഴ്സ്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അതിൽ താല്പര്യം കാണിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ആ ഓവർടേക്ക് റിയൽ ആണ്. ആ ട്രെയിൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യത കൃത്യമായിട്ട് മനസ്സിലാക്കി എൻട്രി എടുക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അപ്പോൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പതിയെ പോകുന്ന ഒരു സ്റ്റോക്ക് ഒരു വലിയ ബ്രേക്ക്ഔട്ട് നടത്തി കുതിച്ചു പായാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു വണ്ടിയിൽ കയറും. ആ ഒരു മെത്തഡോളജിയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കൂട്ടത്തിൽ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാപ്പുകൾ, ഫാൾസ് ബ്രേക്ക്ഔട്ടുകൾ ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. ശരിക്കുമുള്ള ഓവർടേക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഓവർടേക്കും വിജയിക്കണമെന്നില്ലല്ലോ. ഇവിടെയാണ് റീറ്റെയിൽ നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്ന ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഫാൾസ് ബ്രേക്ക്ഔട്ട് ഉണ്ടാവുന്നത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇൻഡെക്സ് 58,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആ ആവേശത്തിൽ നമ്മൾ ആ ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ചാടി കയറി. എന്നാൽ കുറച്ച് പോയതും ട്രെയിൻ നിന്നു. എന്നിട്ട് റിവേഴ്സ് ഗിയറിൽ 58 താഴേക്ക് തന്നെ തകർന്നു വീഴുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ ട്രെയിനിൽ കുടുങ്ങിപ്പോവും. ഇതാണ് ഫാൾസ് ബ്രേക്ക്ഔട്ട്. ഒരു സ്റ്റോക്ക് അതിന്റെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് തോന്നിയേക്കും. പക്ഷെ നമ്മളെ പോലുള്ള സാധാരണക്കാർ അയ്യോ വിട്ടുപോയി, നമ്മുടെ ഓപ്ഷൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വിജയ സാധ്യത നഷ്ടപ്പെട്ടു എന്ന് കരുതി ആ ട്രെയിനിൽ ചാടിക്കയറും. നമ്മൾ വാങ്ങിക്കഴിയുന്ന അതേ തക്കത്തിന് ബിഗ് പ്ലേയേഴ്സ് അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റ് ലാഭം എടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരുമിച്ച് വിൽക്കുമ്പോൾ പെട്ടെന്ന് വില കൂപ്പുകുത്തുകയും ബുൾ ട്രാപ്പ് സംഭവിക്കുകയും ചെയ്യും. ബ്രേക്ക്ഔട്ട് സമയത്ത് നല്ല വോളിയം ഇല്ലെങ്കിൽ മിക്കവാറും ഒരു ട്രാപ്പ് ആകാനുള്ള സാധ്യതകളുണ്ട്. ആ വലിയ സ്ഥാപനങ്ങൾ നമ്മളെ പോലുള്ള റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിച്ച് അവരുടെ വാങ്ങൽ ശേഷി ഉപയോഗിച്ച് സ്വന്തം സ്റ്റോക്കുകൾ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും കൂടിയാണ് ഈ ഒരു സാഹചര്യം. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി എൻട്രി എടുത്തില്ലെങ്കിൽ വലിയ ചതി സംഭവിക്കും. ഈ ഒരു ട്രാപ്പിൽ വീഴാതിരിക്കാൻ ഒരു ബ്രേക്ക്ഔട്ട് കണ്ട ഉടനെ ചാടി കയറി വാങ്ങാതിരിക്കുക. ഉയർന്ന വോളിയം തന്നെയാണ് ഏറ്റവും വലിയ കൺഫർമേഷൻ. അപ്പൊ നമുക്ക് സ്മാർട്ട് ഇൻവെസ്റ്ററുടെ നീക്കം എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കാം. ഫുൾ ബാക്കിൽ എൻട്രി എടുക്കുക, അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷന് ഇമ്പോർട്ടൻസ് നൽകുക. ബാങ്ക് നിഫ്റ്റിയിലെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിന്റെ എക്സാമ്പിൾ വെച്ച് ഇതൊന്നുകൂടെ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം. 58,000 മുകളിലേക്കുള്ള ബ്രേക്ക്ഔട്ട് നല്ല വോളിയത്തോടെയുള്ള യഥാർത്ഥ ഓവർടേക്ക് ആയിരുന്നു എങ്കിൽ ഓവർടേക്ക് ചെയ്ത ഉടനെ തന്നെ അത് റോക്കറ്റ് വേഗത്തിൽ അങ്ങനെ പറന്നു പോകണമെന്നില്ല. ഉദാഹരണത്തിന് 58,000 കടന്ന് 58,200 ഏരിയയിൽ എത്തിയ ശേഷം അതിന്റെ വേഗത ചെറുതായിട്ടൊന്ന് കുറച്ച്
വീണ്ടും ആക്സലറേറ്റ് ചെയ്ത് മുന്നോട്ട് കുതിക്കുന്നതാണ് സ്റ്റോക്കുകളുടെ രീതി അല്ലെങ്കിൽ ഇൻഡെക്സുകളുടെ രീതി. ഈ ചെറിയ വേഗത കുറയ്ക്കലിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പുൾ ബാക്ക് അഥവാ റീടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻഡെക്സ് അതിന്റെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 58,000 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയ ശേഷം ചെറുതായി ഒന്ന് താഴേക്ക് വന്ന് 58,000 അല്ലെങ്കിൽ 58,050 സോണിനെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് പണ്ട് തടസ്സമായിട്ട് നിന്ന ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു പുൾ ബാക്ക് സമയത്താണ് നേരത്തെ ട്രെയിൻ മിസ്സായ നിക്ഷേപകർക്കും അതിൽ കയറാൻ പുതിയൊരു അവസരം കിട്ടുന്നത്. അപ്പൊ ഈ സപ്പോർട്ടിൽ നിന്ന് വില വീണ്ടും മുകളിലേക്ക് തിരിയുമ്പോൾ അവർക്ക് നല്ല എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ പുൾ ബാക്ക് കഴിഞ്ഞ് എപ്പോഴാണോ ഇൻഡെക്സ് വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നത് അതാണ് ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. അതായത് ഓവർടേക്ക് ചെയ്ത ട്രെയിനിൽ വീണ്ടും അതിന്റെ ശക്തമായിട്ടുള്ള യാത്ര തുടരാനുള്ള ഒരു എൻട്രി പോയിന്റ്. അപ്പോൾ ഈ ഒരു 58,050 58,200 എന്ന ഏരിയയിൽ പുതിയ മൊമെന്റം വരികയും അത് സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് 58,700 അല്ലെങ്കിൽ 59,500 ഒക്കെ ആവാം. അപ്പോ ഇതാണ് നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. അത് ഫാസ്റ്റ് ട്രാക്കിൽ കുതിക്കുന്നത്. തുടക്കക്കാർക്ക് ബ്രേക്ക്ഔട്ടിന് ശേഷമുള്ള ചെറിയ വലിയ പേടിച്ച് വിൽക്കുമ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റർമാർ അടുത്ത കുതിപ്പിന് മുൻപുള്ള അവസരമായിട്ട് ഈ ഒരു സാധ്യത കണക്കാക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ സ്റ്റോക്കിൽ പണം മുടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് റെഡിയാക്കണം. 3 കാര്യങ്ങളെങ്കിലും നോക്കാതെ ഒരു ട്രേഡിലേക്ക് എടുത്തു ചാടുന്നത് ശുദ്ധമണ്ടത്തരമായിരിക്കും. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ എന്താണ് എന്ന് ഇനി പറഞ്ഞുതരാം. ഒന്നാമതായിട്ട് ശക്തമായിട്ടുള്ള ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടോ, സ്റ്റോക്ക് അതിന്റെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലാണോ കടന്നുപോയത് എന്ന് ചാർട്ടിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 1-2 രൂപ മുകളിൽ പോയാൽ പോരാ, ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെ അവിടെ ഉണ്ടാവണം. രണ്ടാമതായിട്ട് വോളിയം കൺഫർമേഷൻ ഉണ്ടോ, ബ്രേക്ക്ഔട്ട് നടന്ന ക്യാൻഡിലിന്റെ കൂടെയുള്ള വോളിയം ബാർ നോക്കുക. സാധാരണയിലും വലുതാണോ അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ശരാശരി വോളിയത്തേക്കാൾ കൂടുതലുണ്ടോ, ഇവയൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഓർക്കുക, വോളിയം ഇല്ലാത്ത ഒരു ബ്രേക്ക്ഔട്ടിനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. മൂന്നാമതായിട്ട് പുൾ ബാക്ക് സംഭവിക്കുന്നുണ്ടോ, ബ്രേക്ക്ഔട്ടിന് ശേഷം സ്റ്റോക്ക് ഒരു ചെറിയ കൺസോൾട്ടേഷനിലോ പുൾ ബാക്കിലോ വരുന്നുണ്ടോ എന്ന് നോക്കുക. കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ കുറച്ചു നേരം നിർത്തുന്നത് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പുൾ ബാക്ക് കഴിഞ്ഞ് സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് തിരിയുമ്പോൾ എൻട്രി എടുക്കുന്നതാണ് നിങ്ങളുടെ റിസ്ക് നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്കും യെസ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ ആ ട്രേഡിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആലോചിക്കാം. നിങ്ങളുടെ വിജയസാധ്യത കൂട്ടുകയും വലിയ നഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. അതേ സമയത്ത് നിക്ഷേപകർ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ചില തെറ്റുകൾ കൂടിയുണ്ട്. ആ ഒരു തെറ്റുകൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റിംഗിലേക്ക് പോകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോമോ ആണ്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞാൽ ഒരു 20-30% ഓടിക്കഴിഞ്ഞ ശേഷമായിരിക്കും നമ്മൾ അതിനെപ്പറ്റി അറിയുന്നത്. അപ്പൊ എനിക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്നുള്ള ഒരു പേടിയിൽ ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറരുത്. വളരെ അപകടം പിടിച്ച പരിപാടിയാണ്. അപ്പോഴേക്കും സ്മാർട്ട് മണി ലാഭം എടുത്ത് പുറത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വാങ്ങുന്നത് ഏറ്റവും ഉയർന്ന വിലയിലായിരിക്കും. എപ്പോഴും ഓർക്കുക, എൻട്രി എടുക്കേണ്ടത് ബ്രേക്ക്ഔട്ട് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഫുൾ ബാക്കിലോ ആണ്. ഒരുപാട് ദൂരം ഓടിക്കഴിഞ്ഞ ട്രെയിനിന് പിന്നാലെ പോകരുത്. അടുത്ത സ്റ്റേഷനിൽ നമുക്കായിട്ട് പുതിയൊരു ട്രെയിൻ കാത്തു കിടക്കുന്നുണ്ട്. മാർക്കറ്റിൽ അവസരങ്ങൾക്ക് ക്ഷാമമില്ല. 1-2 അവസരങ്ങൾ പോയി എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്ഷമയോടെ ശരിയായ സിഗ്നലായിട്ട് കാത്തു കിടക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ ലക്ഷണം വികാരങ്ങൾക്ക് അടിമപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഒഴിവാക്കുക എന്ന ഇടത്ത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡിംഗിലെ ബ്രേക്ക്ഔട്ട്, പുൾ ബാക്ക് പോലെയുള്ള പ്രൈസ് ആക്ഷൻ രീതികളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതേ മെത്തേഡ് സിംഗ് ആൻഡ് പൊസിഷൻ ട്രേഡിംഗിലും കാണാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങളുടെ താല്പര്യം ഏത് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലാണ് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാൻ കഴിയും. ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് അവസരങ്ങളുടെ ഒരു വലിയ റെയിൽവേ നെറ്റ്വർക്ക് പോലെയാണ്. ഒരു ട്രെയിൻ മിസ്സായി എന്ന് കരുതി നിരാശപ്പെടേണ്ട. മാർക്കറ്റ് ലേ ഔട്ട് മനസ്സിലാക്കി ചാർട്ടുകളെ ശരിയായി പഠിച്ചാൽ അടുത്തതായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന ട്രെയിൻ ഏതാണ് എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. ശരിയായ ബ്രേക്ക്ഔട്ട് കണ്ടെത്തുക, വോളിയം നോക്കി ഉറപ്പുവരുത്തുക, പുൾ ബാക്കിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക, കൃത്യമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റോടെ ട്രേഡിൽ പ്രവേശിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മാർക്കറ്റിലെ വലിയ മുന്നേറ്റങ്ങളുടെ ഭാഗമാകാനും വിജയിയാകാനും കഴിയും. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാനിപ്പോൾ പറഞ്ഞു പോയി എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.